പ്രിയമുള്ളവരെ, വചനജ്വാല 975 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 2 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് മാതാവിന്റെ വണക്കമാസം 2-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ അത്തനേഷ്യസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 45 വർഷക്കാലം അലക്സാണ്ട്രിയയിലെ പേട്രിയാർക്കായിരുന്ന ആ നാട്ടുകാരൻ തന്നെയായ ഡോക്ടർ അത്തനേഷ്യസ് 17 വർഷം വിപ്രവാസത്തിലായിരുന്നു. യേശുക്രിസ്തുവിനെ അനുകരിച്ചതുകൊണ്ടാണ് വിപ്രവാസം അനുഭവിക്കേണ്ടി വന്നത്. സൽക്കാരപ്രിയൻ, കൃപാലു, വേഗം കോപിക്കാത്തവൻ, സംഭാഷണ ചതുരൻ, ഭക്തകാര്യങ്ങളിൽ ഉത്സാഹി, ഇങ്ങനെ വിശേഷണങ്ങൾ നീളുന്നു. 30 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈജിപ്തിലെ മെത്രാന്മാർ ഒന്നടങ്കം അലക്സാണ്ട്രിയയിലെ മെത്രാനാക്കിയത്. ആര്യൻ പാഷണ്ഡികളാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്. 5 പ്രാവശ്യം നാടുകടത്തപ്പെട്ടു. ഓരോ തിരിച്ചുവരവും അലക്സാണ്ട്രിയക്കാർ ആഘോഷമാക്കിയിരുന്നു. 83-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധി പൂകി. നമുക്ക് ഇന്ന് അലക്സാണ്ട്രിയയിലെ പേട്രിയാർക്കായിരുന്ന മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ അത്തനേഷ്യസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നെഹമിയയുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജെറൂസലേം നിവാസികൾ. ജനനേതാക്കൾ ജെറൂസലേമിൽ താമസിച്ചു. ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറൂസലേമിൽ 10-ൽ ഒരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ 10-ൽ 9 വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു. ജെറൂസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ, ലേവ്യർ, ദേവാലയ ശുശ്രൂഷകർ, സോളമന്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂദാ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു. ജെറൂസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂദയായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തിൽ പെട്ടവരാണ്. യൂദാ ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായ, ഉസിയ സക്രിയായുടെയും, സക്രിയ അമലിയായുടെയും, അമലിയ ഷഫാത്തിന്റെയും, ഷഫാത്തിയ മഹലേലിന്റെയും, മഹലേൽ പെറസിന്റെയും പുത്രന്മാർ. ബാറൂക്കിന്റെ പുത്രൻ മസായ. ബാറൂക്ക് കൊൽഹാസയുടെയും, അവൻ ഹാസായുടെയും, ഹാസയ അതയായുടെയും, അവൻ അയറാബിന്റെ, യോയാറാബിബ് ഷീലോന്യനായ സക്രിയായുടെയും പുത്രന്മാരായിരുന്നു. പേരസിന്റെ കുടുംബത്തിൽപ്പെട്ട 168 ധീരന്മാർ ജെറൂസലേമിൽ പാർത്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷുല്ലാമിന്റെ പുത്രൻ സല്ലു, മെഷുല്ലാം, യോബദിന്റെ പുത്രൻ യോബദ് പെദായുടെയും, പെദയ കോലായുടെയും, കോലയ മസായിയുടെയും, മസായ ഇത്തിയാലിന്റെയും, ഇത്തിയാൽ യഷായുടെയും പുത്രന്മാരായിരുന്നു. സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായ്, സല്ലായ് എന്നിവരും ആകെ 928 പേർ. സിക്രിയയുടെ പുത്രൻ ജോയേലാണ് അവരുടെ ചുമതല വഹിച്ചത്. ഹസേനുവായുടെ പുത്രൻ യൂദ ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ.
പുരോഹിതന്മാരിൽ യോയാറബിന്റെ പുത്രൻ യാദയ, യാക്കീൻ, ഹിൽക്കിയായുടെ പുത്രൻ സെറായ, ഹിൽക്കിയ മെഷുല്ലാമിന്റെയും, മെഷുല്ലാം സാദോക്കിന്റെയും, സാദോക്ക് മൊറായാത്തിന്റെയും, മൊറായാത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്യബിന്റെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ 822 പേർ. യഹോറാമിന്റെ പുത്രൻ അദായ, യഹോറാം പെലായിയുടെയും, പെലാലിയ അഹിംസയുടെയും, അംസിം സക്കറിയായുടെയും, സക്കറിയ പാഷൂരിന്റെയും, പാഷൂർ മിൽക്കിയായുടെയും പുത്രന്മാരായിരുന്നു. അദായുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ 242. അസറേലിന്റെ പുത്രൻ അമേഷായ്, അസറേൽ അഹ്സായിയുടെയും, അഹ്സായി മെഷില്ലാമോത്തിന്റെയും, മെഷില്ലാമോത്ത് ഉമ്മറിന്റെയും പുത്രന്മാരായിരുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.